നമ്മുടെ ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു വിളക്കാണ്. ആ വിളക്കിന് നേരെ ലിബറലിസത്തിന്റെ കാറ്റുണ്ട്, മതനിരാസത്തിന്റെ കാറ്റുണ്ട്, മതനിഷേധത്തിന്റെ കാറ്റുണ്ട്, അതുപോലെ ശിർക്കിന്റെ കാറ്റുണ്ട്, വിദേഹത്തിന്റെ കാറ്റുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വഴികളിൽ നിന്ന് കാറ്റും കോളും വന്ന് നമ്മുടെ ഈ കുടുംബം എന്ന ഈ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനെ അണക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിന് തടയണ കെട്ടാൻ, അതിന് രക്ഷാകവചം ഒരുക്കാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കൾ എന്ന നിലക്കും സംഘടനാ ഭാരവാഹികൾ എന്ന നിലക്കും നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാകേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. ഈ 3 ഭാഗത്ത് നിന്നുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം. എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ പ്രസക്തി എന്താണ്, കുടുംബമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്ക് പറയാനുള്ളത്, റബ്ബ് സത്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്, രണ്ടാമതൊരു ജീവിതമുണ്ട്, മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആ ദൈവികമായ ഗ്രന്ഥമാകുന്നു എന്ന കാര്യം തെളിയിക്കാൻ, അത് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടാൻ, ഇസ്ലാം ഹക്കാവുന്നു എന്ന് മനസ്സിലാകാൻ നിരവധി ദൃഷ്ടാന്തങ്ങൾ ഖുർആനിലുണ്ട്, പുറത്തുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വേണമെങ്കിൽ നമുക്ക് കുടുംബ സംവിധാനത്തെ ഉയർത്തി കാണിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ തന്നെയാണ് എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ പൊരുളതാണ്. അതായത് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു, അവരെ ഇണകളാക്കി എന്ന് പറയുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉത്തമമായ ദൃഷ്ടാന്തമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, കുടുംബം എന്ന സംവിധാനത്തെ കുറിച്ച് ഇസ്ലാം എന്തു പറയുന്നു, ആ പറഞ്ഞതിനൊക്കെ സംബന്ധിച്ച് അത് ഏറ്റെടുത്ത വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രങ്ങളിലും എന്തെല്ലാം ഗുണങ്ങളുണ്ടായി എന്നും, ആ ഒരു സംവിധാനത്തെ തിരസ്കരിച്ച വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും രാജ്യങ്ങളിലും എന്തെല്ലാം അപശബ്ദങ്ങൾ ഉണ്ടായി എന്നതും ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പറ്റുന്ന പാകത്തിൽ ഇന്ന് ലഭ്യമാണ്. അത് പഠിച്ചിട്ട് ഒരാൾ പറയും ഇസ്ലാം സത്യമാണോ അല്ലേ എന്ന്. അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശുക്രന്റെ സുജൂദ് ചെയ്യാനല്ലാതെ ഒരു വിശ്വാസിക്ക് ഒരു നിലക്കും കഴിയുകയില്ല. കാരണം ഇസ്ലാം സത്യമാണെന്നതിന്റെ തെളിവാണ് ഇത് എന്നത് ഞാൻ പറയാൻ കാരണം, കുടുംബത്തിനെ കാക്കണം, കുടുംബത്തിന് കാവലിരിക്കണം എന്നതിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ പ്രസംഗത്തിന്റെയും ആമുഖത്തിൽ, ഖുതുബയുടെ ആമുഖത്തിൽ ഓതാറുള്ള ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? നിക്കാഹ് ഖുതുബയിൽ ഓതാറുള്ള ആയത്തുണ്ട്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് എന്താ പറഞ്ഞത്? ഏതൊരു അല്ലാഹുവിന്റെ നാമത്തിലാണ് നിങ്ങൾ അന്യോന്യം അവകാശങ്ങൾ ചോദിക്കുന്നത് അവനെ നിങ്ങൾ സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഈ ആയത്തിലുള്ളത്. ഈ കാര്യം എല്ലാ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറയേണ്ട കാരണം എന്താ? അത്രമേൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്, കുടുംബ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നത്. എന്ന സൂറത്ത് ഇസ്രായിലെ 23-ാമത്തെ ആയത്ത് കൃത്യമായി കുടുംബ സംവിധാനത്തെ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തെ അതിൽ എത്രമാത്രം ഒരു വിശ്വാസി കണിശത പാലിക്കണം. അള്ളാഹുവോടുള്ള ബാധ്യത പറഞ്ഞ ഉടനെ പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ നന്മ ചെയ്യണം. അവർ വൃദ്ധരായാൽ, അവർ വയോധികരായാൽ നിങ്ങൾ അവരെ പരിചരിക്കണം, അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറഞ്ഞു പോകരുത് എന്നാണ്. നിങ്ങൾ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കാരണം ആ കുടുംബത്തെ നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം. കാരണം നരകം എന്ന് പറയുന്നത് എന്താണ്? കല്ലുകളും മനുഷ്യരും കത്തുന്നതാണത് നരകം. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും, എന്തിനാ നിങ്ങൾ അധ്വാനിച്ചത്? ഇവിടെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാത്ത വിധം നിങ്ങളെ ജോലി നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? മണിക്കൂറുകൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് തൊഴിലെടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ 20, 25, 30 വർഷം പോയി നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് ആ മണലാരണ്യത്തിൽ പോയി അധ്വാനിച്ചത്? നിങ്ങളുടെ ഒരു ചാൺ വയറിന് വേണ്ടിയല്ല,
നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു റൂം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ധരിക്കാനുള്ള ഒരു വസ്ത്രത്തിന് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കൂടിയാണ്. ചില ആളുകളൊക്കെ ഗൾഫൊക്കെ ഒഴിവാക്കിയാണ് നാട്ടിലേക്ക് വരും, ഒക്കെ ഒഴിവാക്കി നാട്ടിലേക്ക് വരും. പിന്നെ ഒരു 2-3-5 മാസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ചോദിക്കുന്നത് ഒന്നും ശരിയായി തിരിച്ചു പോകുന്നത് എന്താ വെച്ചാൽ ഒരു കുട്ടിൻ്റെ കൂടി കല്യാണം കഴിയും, അല്ലെങ്കിൽ ആ വീടിന്റെ പണിയൊക്കെ ഒന്ന് ശരിയാകാനുണ്ട്, പോകന്നെ വീണ്ടും തിരിച്ചു പോകുന്നത്. ഞാൻ ചോദിക്കുന്നത് നമ്മളെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഈ ലോകം, അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ഈ നിൽക്കുന്ന ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് പറയാൻ എന്ത് ധൈര്യമാണ് എനിക്കുള്ളത്. ഈ ഇരിക്കുന്ന നിങ്ങൾ ഇവിടെ നിന്നത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമെന്ന് എന്ത് ധൈര്യമാണ് നമുക്ക് പറയാനുള്ളത്. അത്രമേൽ നിസ്സാരന്മാരല്ലേ നമ്മൾ, അല്ലേ? ആ നിസ്സാരന്മാരായ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നത്. ഓവർ ടൈം ജോലി എടുക്കും, അല്ലേ? എന്റെ കുട്ടിക്ക് ഒരു ജോലി വേണം, അവനൊന്നും സംഭവിക്കാൻ പാടില്ല, അവന് വിദ്യാഭ്യാസം വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നത് പരലോകമാണ്. ആ പരലോകത്ത് മരണമില്ല സുഹൃത്തുക്കളെ. അവിടെ സ്വർഗമാണെങ്കിൽ എന്നും സ്വർഗമാണ്, അവിടെ നരകമാണെങ്കിൽ എന്നും നരകമാണ്. അന്നേ ദിവസം അവർ കിടന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അതായത് തൊലിങ്ങൾ കത്തിയിട്ട് ആ തൊലി കത്തിപ്പോയാൽ ഇവിടെയാണെങ്കിൽ മനുഷ്യൻ മരിക്കും, പിന്നെ നമുക്ക് വേദന ഉണ്ടാവില്ല, കരിക്കട്ടയിൽ പോകും. പക്ഷേ അവിടെ ജീവിതമല്ല മരണമല്ല, രണ്ടാമത് തൊലി തരും. ഈ മനുഷ്യൻ അന്നത്തെ നാളെ നരകത്തിലുണ്ടാകും. മനുഷ്യനെ വലുതാക്കുന്നു. 2 പർവ്വതങ്ങൾക്ക് ഇടയിൽ കൊള്ളാവുന്ന വിധം ഓരോ മനുഷ്യനെയും വലുതാക്കുമെന്നാണ്. ആ മനുഷ്യനാണ് നരകത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മനുഷ്യനെ കത്തിക്കുന്ന നരകം, കല്ലുകൾ കത്തിക്കുന്ന നരകം. അടുപ്പ് കൂട്ടുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് കരിങ്കല്ലോ അല്ലെങ്കിൽ വേറെ വെട്ടുകല്ലൊക്കെയാണ്. കാരണം ഇവിടുത്തെ ചൂടുള്ള കരിങ്കല്ല് കത്തൂല. എന്നാൽ ഇവിടുത്തെ തീയിന്റെ 70 ഇരട്ടിയാണ് നാളെ നരകത്തിൽ കത്താൻ പോണ തീ. മനസ്സിലായിട്ടുണ്ടോ? ആ നരകാഗ്നി പാറ കത്തും, കല്ല് കത്തുന്ന മനുഷ്യനെ കത്തിക്കുന്ന ആ നരകത്തിൽ എന്റെ മകൾ പോയി കൂടാ, എന്റെ മകൻ പോയി കൂടാ, എന്റെ ഭാര്യ അകപ്പെട്ടുകൂടാ, എന്റെ ഭർത്താവ് അകപ്പെട്ടുകൂടാ എന്നല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടതും? അതിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, ആ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നത് നമ്മുടെ വെറും പ്രസംഗങ്ങളിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കയറിയിട്ടില്ല. സംശയമൊന്നുമാണ്, ഞാൻ അങ്ങനെ തന്നെ പറയാം. നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിക കാര്യങ്ങളിൽ ശ്രദ്ധ നമുക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നരകം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് സംശയിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ ഒരു സംഗമത്തിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ സ്വർഗ നരകം നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യണം? ആദ്യം ഉറപ്പിക്കണം. അതിൽ നിന്ന് നിങ്ങളെ മക്കളെ നിങ്ങൾ കാക്കണം എന്നാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ഈ ദൃഷ്ടാന്തമുണ്ട് കുടുംബത്തിന്റെ കാര്യത്തിൽ. ഇങ്ങനെ ഞാൻ ഓടി പോവുകയാണെങ്കിൽ കുടുംബത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അനവധി നിരവധി നമുക്ക് കാണാൻ പറ്റും. ഹദീസുകളിൽ ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി എന്ന ഹദീസ് കാണാൻ പറ്റും. മൻ അഹബ്ബ അയ്യുബ്സത ഫീ റിസ്ഖിഹി വയുൻസലഹു ഫീ അഥരിഹി ഫൽയസ്ൽ റഹ്മഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉപജീവന മാർഗം വിശാലമാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ഇത് 2 കാര്യത്തിന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടാവും. എനിക്ക് ഉപജീവന മാർഗം വിശാലാകണ്ട, എനിക്ക് ആയുസ്സും ദീർഘിച്ച് കിട്ടണ്ട അഭിപ്രായം ഉണ്ടാവില്ല. പക്ഷെ ഇത് 2 തരാം. എന്താ ഗ്യാരണ്ടി? എന്താ ഉപാധി? നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണമെന്നാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് മറ്റു മതങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരു സോഷ്യൽ കോൺട്രാക്ട് ആയിട്ടാണ് കുടുംബ ബന്ധത്തെ കാണുന്നത്. ഒരു സാമൂഹ്യപരമായ ഒരു ജീവിതത്തിന്റെ ചട്ടക്കൂട്, ഒരു കരാറാണ്. എന്നാൽ ഇസ്ലാം ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് അതിനെ കാണുന്നത്. അതാ പ്രത്യേകത. ഇസ്ലാം ഇതിനെ നേരിട്ട് മതവുമായും വിശ്വാസവുമായും അള്ളാഹുവുമായും അള്ളാഹുവിന്റെ അറിവുമായും സ്വർഗവുമായും നരകവുമായും ബന്ധപ്പെടുത്തി ഒരു ഇബാദത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഇസ്ലാമും ഇതര പ്രത്യയ ശാസ്ത്രങ്ങളും മതങ്ങളും തമ്മിൽ കുടുംബ സംവിധാനത്തോട് കാണിക്കുന്ന കാഴ്ചപ്പാടിന്റെ ആഴവും പരപ്പും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതായത് വാപ്പാരിമാരെ ധിക്കരിച്ചാൽ അള്ളാന്റെ കോപമുണ്ടാകും. ഒക്കെ അതിനായിട്ട് ബന്ധപ്പെടുത്തുക. മനസ്സിലായോ? എന്നെ ചേർത്താൽ അള്ളാഹുവിനെ നിങ്ങൾ ചേർത്തു, എന്നെ മുറിച്ചാൽ അള്ളാഹുമായുള്ള ബന്ധം നിങ്ങൾ മുറിച്ചു. അല്ലേ? ഒക്കെ അതിനായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നിങ്ങൾ ആലോചിച്ചു. ഇതാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ
ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ അത് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയത്തിലുള്ളവർ കുടുംബ സംവിധാനം പ്രധാനമാണെന്ന് ആര് പറയുന്നു? ഇസ്ലാം പറയുന്നു. വസ്തു മനസ്സിലായില്ലേ? ഇത്ര ആ പോയിന്റ് ഉള്ളൂ. ഇതിനെ വെല്ലുവിളിച്ചു ആര്? ഇവിടെയുള്ള ലിബറൽ ഓർഡർ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെ വെല്ലുവിളിച്ചു. കുടുംബമൊന്നും വേണ്ട, കുടുംബം നല്ലൊരു പ്രശ്നമാണ്, കുഴപ്പമാണ്, ഒക്കെ ഒറ്റക്കൊറ്റൊക്കെ ജീവിച്ചാൽ മതി എന്ന കാഴ്ചപ്പാടല്ലേ ഉണ്ടെന്ന് അതിന് വെല്ലുവിളിച്ചു കൊടുത്തില്ല ഒരുപാട് ആൾക്കാർ. ആ രീതിയിലേക്ക് കുറെ രാജ്യങ്ങൾ പോയില്ലേ? എന്തേ സംഭവിച്ചത്? അതാണ് നമ്മൾ പരലോകം ഉണ്ടെന്നുള്ളതും ഖുർആൻ സത്യം എന്നുള്ളതും തെളിവ് ഈ കുടുംബത്തിന്റെ വിഷയം മാത്രമാണ് ചിന്തിച്ചാൽ അത് നിങ്ങൾ പഠിക്കണം. ഇവിടെ വിശദീകരിക്കാൻ നേരം അതിന് തെളിവ് 1-2 ഞാൻ പറഞ്ഞു. അപ്പോ കുടുംബ സംവിധാനം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ട എന്നുള്ള വാക്ക് ഒഴിവാക്കിയിട്ട് അത് ബോധപൂർവം നശിപ്പിച്ച ഭരണകൂടങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, ഏകാന്തതയുടെ വർധനവ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 2018 ബ്രിട്ടൻ ലോകത്തിൽ ആദ്യമായി മിനിസ്റ്റർ ഫോർ ലോൺലിനെസ് എന്ന ഒരു മന്ത്രിസ്ഥാനം വരെ ഉണ്ടാക്കി. അതായത് ഏകാന്തമായി ജീവിക്കുന്ന ആളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു മന്ത്രിനെ വെച്ചു. അപ്പൊ അതിന്റെ വലുപ്പം എത്ര? അതായത് കുടുംബത്തിന്റെ അഭാവം കാരണം 90 ലക്ഷത്തിലധികം ആളുകൾ ഒറ്റപ്പെടുന്നു എന്നതാണ് അവിടെ കണ്ടെത്തിയത്. കുടുംബത്തിനായി ഈ ഒറ്റപ്പെടുന്ന ആൾക്കാരെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായി? ഗവൺമെന്റിനായി. അവിടെ മന്ത്രി വരേണ്ടി വന്നു. അതേപോലെ തന്നെ ജനസംഖ്യ തകർച്ച രണ്ടാമത്തെ പ്രശ്നം എന്നതാണ്. ചൈന ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനസംഖ്യയുടെ പ്രശ്നം പറയുന്നത്. ജപ്പാനിൽ ഗോസ്റ്റ് ടൗൺസ് എന്നുകൊണ്ട് ആളൊഴിഞ്ഞ നഗരങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് കൊറിയയിലാകട്ടെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ നിരക്കുള്ള രാജ്യം 0.72% അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടലാണ്. ജപ്പാനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ വാക്കെന്ന് അറിയാമോ? കുഡോകുഷി എന്ന്. കുഡോകുഷി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട മരണം എന്നാണ്. അതായത് മനുഷ്യന്മാരെ വീട്ടിൽ വെച്ച് മരിക്കുക, ആരും അറിയില്ല. എന്നിട്ട് പൊടുത്ത് നാറിയിട്ട് നമ്മൾ പല പൂച്ചയും പട്ടിയൊക്കെ സത്യമായിട്ടുള്ള ഒരു മണം പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര സ്മെല്ല്. അപ്പൊ നമ്മൾ തിരഞ്ഞു നോക്കും, എലിനെ കിട്ടും, പൂച്ചനെ കിട്ടും. ഇതേപോലെ വീടുകളിൽ ഒറ്റപ്പെട്ട വീടുകളിൽ ആളുകൾ മരണപ്പെട്ടിട്ട് ആരും അറിയുന്നില്ല. പുഴു വരുന്നു. എന്നിട്ട് പിന്നെ റോഡിലൂടെ മനുഷ്യന്മാർ കടന്നു പോകുമ്പോ സ്മെല്ലടിക്കുമ്പോഴാണ് ആ വീട് തച്ചുപൊളിച്ചുള്ളിലേക്ക് കയറി നോക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥ. അതിനാണ് കുഡോകുഷി എന്ന പേര് തന്നെ ഒരു ഒറ്റപ്പെട്ട മരണമെന്ന് ഈ ജപ്പാനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന്റെ അവസ്ഥ ഫാദർലെസ് ഹോം എന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിതാവിന്റെ സാന്നിധ്യമില്ലാതെ വളരുന്ന കുട്ടികൾ 5 മുതൽ 20 മടങ്ങ് വരെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കയിൽ നിന്ന് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത സോഷ്യൽ സെക്യൂരിറ്റി ഇനത്തിൽ GDP-യുടെ വലിയൊരു ഭാഗം മുതിർന്ന പൗരന്മാരുടെ പെൻഷനും ആരോഗ്യത്തിനു വേണ്ടി ഇന്ന് മറ്റു രാജ്യങ്ങൾ നീക്കി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയിൽ നമുക്ക് കാണാം മദർ ഹീറോയിൻ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി. അതായത് 10-ലധികം കുട്ടികളുടെ അമ്മമാർക്ക് 10 ലക്ഷം റൂബിൾസ് സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. സൗത്ത് കൊറിയയിലാകട്ടെ പ്രതിമാസ ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നു. ആർക്ക്? കുട്ടികൾ ഉണ്ടായാൽ ആദ്യത്തെ ഒരു വർഷം മാതാപിതാക്കൾക്ക് $700 ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. അത് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒറ്റപ്പെടലും പ്രശ്നങ്ങളും ആ രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുടുംബം ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ പ്രശ്നമാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു നഖചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച്. ഇപ്പൊ എന്ത് മനസ്സിലായി? കുടുംബം വേണമെന്ന് പറഞ്ഞ ഇസ്ലാമാണോ ശരി, അതോ കുടുംബം വേണ്ട ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ലിബറൽ വേൾഡ് ഓർഡർ ആണോ ശരി? ഉത്തരാര് പറയണ്ട, മുസ്ലിങ്ങൾ പറയണ്ട, വിശ്വാസികൾ പറയണ്ട. ഇതനുഭവിച്ച അമേരിക്ക പറയും, ഇതനുഭവിച്ച റഷ്യ പറയും, ഇതനുഭവിച്ച ചൈന പറയും, ഇതനുഭവിച്ച ജപ്പാൻ പറയും, ഇതനുഭവിച്ച സൗത്ത് കൊറിയ പറയും, ഇതനുഭവിച്ച മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ വിളിച്ചു പറയും. എല്ലാവരും പത്രക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ ഈ സാഹചര്യങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവസാനം പറഞ്ഞ 5 കുട്ടിയെങ്കിലും ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും വേണമെന്നാണ് ചൈന ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ. ഞാനത് പറഞ്ഞ ചുരുക്കത്തിലുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മളെ കയ്യിലുള്ള ഈ ഗ്രന്ഥത്തിന്റെ പവർ എത്രയാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആശയത്തിന്റെ ഗാംഭീര്യം എത്രയാണ് എന്ന്. 6-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടാത്തവരാണ് നിങ്ങളെന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിച്ചിരുന്ന ആളുകൾ ആ 6-ാം നൂറ്റാണ്ടില് ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയ ആ വെള്ളി രേഖയുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളാണ് ഇപ്പം ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസത്തിന്റെ ഊക്കങ്ങൾ ആലോചിച്ചു, എത്ര ഹക്കാണ് അറിയാൻ ആലോചിച്ചു. അതാണ് പറഞ്ഞത്, സത്യമാണ് ഇതിന്റെ തെളിവാണ്. അപ്പൊ ഒന്ന് ഞാൻ സൂചിപ്പിച്ചതിലുള്ള കുടുംബത്തിന്റെ പ്രസക്തി ഇസ്ലാമിന്റെ സത്യത ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ. നമ്മൾ കുറച്ച് ഇതിന്റെ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ സഹോദരിമാരൊക്കെ ഉണ്ട്.
ഇത് എത്രത്തോളം എനിക്ക് പറഞ്ഞു പോകാൻ കഴിയുന്ന അറിയില്ല. ഞാൻ പിന്നെ പറഞ്ഞ സൂചന കൊണ്ട് പറഞ്ഞു പോകാം. സൂചന കൊണ്ട് മനസ്സിലാകുന്നവരുണ്ടാവും, മനസ്സിലാകാത്ത വാക്കുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഈ വിഷയത്തിൽ നമ്മൾ ആളുകളൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളുണ്ട്, അതൊക്കെ യൂട്യൂബിൽ നിന്ന് കേൾക്കുക. മുഴുവൻ വിശദീകരിക്കുന്നതായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു കുടുംബത്തെ തകർക്കുന്ന ലിബറൽ സംവിധാനങ്ങൾ കടന്നു വരുന്നത് എന്നതിന്റെ അത് ചില തീമുകൾ പറഞ്ഞുകൊണ്ടാണ്, ചില തിയറികൾ പറഞ്ഞുകൊണ്ട്. ആ തിയറി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ തിയറി രക്ഷിതാക്കൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലായിട്ടിരിക്കുന്ന പ്രശ്നം. ഒരു വീട്ടില് പിന്നെ ഒരു ഉമ്മ വീടിന്റെ മുകളിലെ തട്ടില് മകൻ എപ്പോഴും ഭക്ഷണത്തിന് വിളിക്കും, കഞ്ഞിക്ക് വിളിക്കും, ഒക്കെ വിളിക്കും. അവൻ ഇറങ്ങി വരും. എപ്പോഴും കോളേജിൽ നിന്ന് വരാൻ നേരം വാതിലടക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകും. വീട്ടുകാരേക്ക് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഉമ്മ അവസാനം എന്താ പിന്നെ വീട് റൂമിൻ്റെ ഉള്ളിൽ നോക്കാൻ റൂം കയറി വയ്ക്കും. അപ്പോൾ കുറേ ചുമരുമൊക്കെ പല സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, പല ചിത്രങ്ങളുണ്ട്, പല സംഗതികളും ഉമ്മാക്കൊന്നും മനസ്സിലായി. പക്ഷെ ഉമ്മ ഇതുപോലെയുള്ള ഒരു ക്യാമ്പിൽ വന്നിട്ട് ഈ ലിബറലിസം വീട്ടിലേക്ക് വരുന്ന വഴി എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിന്റെ തിയറി എന്താണ്, അതിന്റെ ചിത്രങ്ങൾ എന്താണ്, നമുക്ക് ഇതൊരു ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മാക്കും ഇങ്ങനെ ഓർമ്മ വരുന്നത് ആ ഒട്ടിച്ച ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താ, മഴവില്ലിന്റെ ഫോട്ടോ ഉണ്ട്. മഴവില്ലിന്റെ ഫോട്ടോ നമ്മൾ കണ്ട നല്ലൊരു ഫോട്ടോ എന്നല്ലേ വിചാരിക്കുള്ളൂ. അല്ല, മഴവില്ല് LGBTQ ആക്ടിവിസത്തിന്റെ അടയാളമാണ്, അതിന്റെ ബാനറാണ്. അപ്പൊ അതൊരു കുട്ടിന്റെ കയ്യുമ്പോഴുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന്റെ റൂമിലുണ്ടെങ്കിൽ മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി എന്തായിട്ടുണ്ട്, നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനത്തെ ക്യാമ്പിൽ വരണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 40 വായിക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കണം, നമ്മുടെ കുത്തുബകൾ കേൾക്കണം, നമ്മുടെ സ്പോട്ട് ലൈറ്റ് കേൾക്കണം, അതുപോലെ ചർച്ചകൾ കേൾക്കണം. എന്തിനാണ് കേൾക്കുന്നു ചോദിക്കും. നമ്മുടെ മൂക്കിന്റെ മുമ്പിൽ നടക്കുന്ന മാറ്റങ്ങളെ എന്താണ് അതിന്റെ അപകടം എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചോദിക്കുക, 40 കൊണ്ടുവന്നിട്ട് അവിടെ ഇല്ലാന്നല്ലാതെ ആരാ വായിക്കണത്? ഏത് റാപ്പർ കൂടി പൊട്ടിക്കണില്ല. ആ റാപ്പർ പൊട്ടിക്കേണ്ട അവസാനത്തെയും മകൻ വന്ന് നമ്മുടെ മുഖം അടിച്ചു പൊളിക്കും, മകൾ വന്നിട്ട് നമ്മളെ കുത്തി നോവിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഈ റാപ്പർ പൊട്ടിക്കാത്തതുകൊണ്ട് ഈ പൊട്ടിക്കൽ കിട്ടുന്നത്. മനസ്സിലാവുണ്ടോ? ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ രക്ഷിതാക്കളുടെ ശരിക്കും എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതിൽ ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മൈ ബോഡി മൈ റൈറ്റ്. കുട്ടികൾ പറഞ്ഞ ആശയങ്ങളാണ്. അതായത് എന്റെ ശരീരം എന്റെ അവകാശമാണ്. ഈ പറഞ്ഞ ന്യായങ്ങളും ഇസ്ലാമിക തത്വങ്ങളും രാവും പകലും പോലെയാണ്, സമാന്തര രേഖകളാണ്, ഒരിക്കൽ കൂട്ടിമുട്ടില്ല. കാരണം ഒന്ന്, ഒരു ചിന്താഗതി, പിന്നെ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ഒരു ചിന്താഗതി ഈ ജീവിതത്തിലൊക്കെ അവസാനിക്കുന്നത്. അപ്പൊ അവരെ മനസ്സിലാക്കാൻ കുട്ടികളെ പറ്റില്ല, ഇവിടെ തന്നെ എല്ലാം അടിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ ചിന്താഗതി എന്താ, ജീവിതം ഇവിടെ എല്ലാവരും പരീക്ഷണമാണ്, പരലോകത്താണ് ജീവിതം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലുണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ കുട്ടികളെ എങ്ങനെ വെച്ചാൽ ഇതിൽ 2 രൂപ വീട്ടിൽ വരുമ്പോ പരലോക ഭക്ഷണമൊക്കെ ഉണ്ട്, സ്കൂളിൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും അടിച്ചു കൊടുക്കണം. ഇപ്പൊ 2ലും പെട്ടാത്തൊരവസ്ഥയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചില കുട്ടികളുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ തിയറി പറയുന്നത്. ഈ മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള തിയറി ഇസ്ലാമികമായിട്ട് യോജിക്കും. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. വിശുദ്ധൂറോ പറയുന്നത്, ഒരു മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ അന്ന് റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ സ്വന്തം അഭിപ്രായം ഉണ്ടാകുവാണെന്ന്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, എനിക്കിന്റെ സ്വന്തം അഭിപ്രായം ഉണ്ടാവും. അപ്പൊ ഇസ്ലാം ഈ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ അഭിപ്രായം പറയാൻ പറ്റും. പിന്നെ അത് മക്കളെ ഇഷ്ടമല്ലേ, രക്ഷിതാക്കളും ഉമ്മമാരൊക്കെ അതേ പറയുന്നത്, അത് അവരെ ഇഷ്ടമല്ലേ, നമ്മളെന്തിനാ ഇതിൽ നിൽക്കുന്നത്? നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണോ ജീവിക്കേണ്ടത്? അല്ല, ഞാൻ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്താ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം? അല്ലാഹുവിന് കീഴ്പ്പെട്ടവൻ എന്നാണ്. അല്ലാതെ ലിബറലിസത്തിന് കീഴ്പ്പെട്ടവനെന്നല്ല, സിനിമാ താരങ്ങൾക്ക് കീഴ്പ്പെട്ടവനെന്നല്ല, സെലിബ്രിറ്റികൾക്ക് കീഴ്പ്പെട്ടവനെന്നല്ല, ഏതെങ്കിലും അതുപോലെയുള്ള തത്വദർശനങ്ങൾക്ക് കീഴ്പ്പെട്ടവനെന്നല്ല, അല്ലാഹുവിന് കീഴ്പ്പെട്ടവൻ. അവന്റെ പേരാണ് മുസ്ലിം. അപ്പൊ ആ പിന്നെ ഷഹാദത്ത് കലിമ ചെല്ലിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ന്യായം പറയാൻ കഴിയില്ല. പിന്നെ പറയാൻ എന്താ, എനിക്ക് 18 വയസ്സായി, നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. എന്നാൽ മതപരമായി 18 അല്ല, അതൊന്നും തിരിച്ചിട്ടു 81 അല്ലേ? 81 വയസ്സായാലും 90 വയസ്സായാലും നമ്മളെ കാര്യം ആരാ തീരുമാനിക്കേണ്ടത്? റബ്ബാണ് തീരുമാനിക്കേണ്ടത്.
മനസ്സിലായോ? അപ്പൊ ലിബറൽ ഓർഡർ നമ്മുടെ ഓർഡർ തമ്മിൽ എന്തുണ്ട്? നേരെ വ്യത്യാസം ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. വരുന്നത് വരെ, മരണം വരുന്നത് വരെ അള്ളാഹു ഇബാദത്തുകൾ പോകണം. അല്ല എന്റെ വിട്ടു വരട്ടെ ഇതൊന്നും വേണ്ട എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പിന്നെ വേറെ കാഴ്ചപ്പാട്, മതം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ്. വേറെ ഒരു വ്യക്തിപരമായ കാര്യമല്ല മതത്തിന്റെ കാര്യം. അതൊക്കെ ഈ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് യൂറോപ്പിൽ നടക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിൽ എന്ത് ചെയ്യണം? പ്രവേശിക്കണം എന്നാണ്. മതം വ്യക്തിപരമല്ല. അത് വ്യക്തിയിലുണ്ട്, അത് കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. അട്ടപ്പട്ടലം നമ്മുടെ രാവ് മുതൽ രാത്രി വരെ, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും ചൂഴ്ന്നു നിൽക്കുന്നതാണ് മതത്തിന്റെ ശാസനകൾ എന്ന് പറയുന്നത്. അല്ലാതെ അതിങ്ങനെ ഏതെങ്കിലും ഒരാളുടെ സ്വകാര്യമായിട്ട് പറയേണ്ട സംഗതി എന്തല്ല. ആ കാഴ്ചപ്പാടും എതിരാണ്. പിന്നെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. ഇതാണ് എന്റെ വേറെ കാര്യം. എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്താണ്? ഹക്കിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടിരിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ. അതിന് നേരെ എതിരാണ്. പിന്നെ എന്റെ ജീവിതം എന്റെ തെരഞ്ഞെടുപ്പാണ്. അതിന് ശരിക്കും പറയേണ്ടത് എന്താണ്? നമ്മൾ ജനിച്ചത് എവിടെ വെച്ചിട്ടാണ്? എന്തായി പറയണം? ഈ ഇരിക്കണം ആരോടെങ്കിലും ഫോൺ ചെയ്ത് കൊണ്ട് അങ്ങനെ ജനിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ ജനിച്ചു, പടച്ചു, സൃഷ്ടിച്ചു. ഇനി മരിപ്പിക്കണോ നമ്മളോട് വെച്ചാൽ അല്ലേ? നമ്മോട് ചോദിക്കാതെ എന്നിട്ട് പറയണേ എന്റെ കാര്യം എന്റെ തെരഞ്ഞെടുപ്പാണ്. വേറൊന്നും പറയാൻ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് മാറാത്തതാണ്. ബാക്കിയുള്ളതൊക്കെ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്. കേട്ടാൽ ഒരു നല്ല യുക്തിയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവം? മാറേണ്ടത് ഏതാ? നമ്മുടെ ഭരണഘടന മാറണമോ? മാറാൻ 119 പിന്നെ അമെന്റ്മെന്റുകൾ ഭരണഘടനയിൽ നടന്നു. അത് മാറണം. എന്താ കാര്യം അറിയുന്നത്? ഓരോ കാലം മുന്നോട്ട് പോകുമ്പോൾ എന്ത് മാറ്റം അവിടെ വരികയെന്ന് മനുഷ്യന്മാർക്ക് മുന്നോട്ട് കാണാൻ കഴിയില്ല. മനുഷ്യന്മാർക്ക് പരിമിതി ഉണ്ട്. അതുകൊണ്ട് മനുഷ്യണ്ടാക്കുന്ന നിയമമൊക്കെ എന്ത് ചെയ്യണം? മാറണം. പഴയ ബിൽഡിംഗ് പൊളിക്കേണ്ടി വരും, റോഡ് വികസിപ്പിക്കേണ്ടി വരും. കാരണം ഇത് എങ്ങനെ ഭാവിയിൽ വികസിക്കുന്ന ഒരു പരിധി വരെ മനുഷ്യനറിയും. എന്നാലേ ഇത് പടച്ചോന്റെ നിയമം. പടച്ചോൻ എന്തില്ല ഈ ലോകം അവസാനിക്കുന്നത് വരെ അതിന്റെ അപ്പുറം പെടുത്താൻ സംഭവിക്കാൻ പോകുന്ന ആൾക്കറിയാം, അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ആ ഉണ്ടാക്കിയ നിയമം ഒരിക്കലും എന്തില്ല മാറ്റേണ്ടി വരില്ല. അതിന്റെ തെളിവാണ് ഞാൻ കുടുംബം പറഞ്ഞത്. കുടുംബം വേണ്ട കാഴ്ചപ്പാടെന്ന് പറഞ്ഞില്ലേ? അവരൊക്കെ പതികൾ കുടുംബത്തിൽ മുടങ്ങി വരികയാണ്. അപ്പൊ ഇസ്ലാം പറഞ്ഞോടത്തേക്ക് എല്ലാവരും തിരിച്ചു വരുന്നതുകൊണ്ട് മാറ്റമില്ലാത്തത് ഇസ്ലാമാണ്. സൂര്യൻ പഴയതാണ്, പക്ഷെ എന്തല്ല? പഴഞ്ചനല്ല. ചന്ദ്രൻ പഴയതാണ്, പക്ഷെ ഒരിക്കലും പഴഞ്ചനല്ല. ഇസ്ലാം പഴയതാണ്, പക്ഷെ പഴഞ്ചനല്ല. മനസ്സിലാവുണ്ടോ? ആ കാര്യം കൃത്യമായി ഓർക്കണം. പിന്നെ നമ്മളെ പെൺകുട്ടികൾ പറയുന്ന ന്യായമാണെന്ത്? എന്റെ മതമൊക്കെ എന്റെ മനസ്സിനുള്ളിലാണ്, എന്റെ വസ്ത്രത്തിലൊന്നുമല്ല. 1 മീറ്റർ തലയിലിടുന്ന തുണിയിലാണ് മതം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ചില കുട്ടികളൊക്കെ മീഡിയയിൽ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മക്കനെ പറ്റിയിട്ട് അല്ലേ? എന്റെ മതമൊക്കെ മനസ്സിലാണ്. ആ ഒരു തത്വം നമ്മളോട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജുമാ നടക്കുന്ന പള്ളിയിൽ എന്റെ തൊട്ടപ്പുറത്ത് ഒരു ചായക്കടയിൽ ഒരു മുസ്ലിമായ ഒരാൾ അവിടെ ഇരിക്കണം. അപ്പൊ അവനോട് ചോദിച്ചു എന്താ ഈ പള്ളി പോകുന്നത്? മുസ്ലിം അല്ല. അപ്പൊ അവൻ പറയുന്നത് ഈ പോണ ആളുകൾക്ക് നന്നല്ല. മതം എന്നൊക്കെ പറഞ്ഞ എന്റെ മനസ്സ് ശുദ്ധിയായ എന്റെ മനസ്സ് ശുദ്ധിയാവും. വെറുതെ അവിടെ പോയി ശുദ്ധി ചെയ്യേണ്ട കാര്യം. അതേപോലെ ഇവിടെ ഹജ്ജിന് പോകാൻ പറഞ്ഞു. അവൻ പറയുന്നത് ഒത്തിരി കാശ് ചെലവാക്കിയിട്ട് ഹജ്ജിന് പോയി. മതം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്. എനിക്ക് എന്റെ മനസ്സ് ശുദ്ധിയാണ്, എനിക്കൊരു കുഴപ്പമില്ല. വെറുതെ കാശ് ആ കാശാക്കി നല്ല ദാനം കൊടുത്തു ഞാൻ. പിന്നെ ഇസ്ലാമിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ മനസ്സിക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത മനസ്സിനെ കുറച്ച് നോക്കുക. പക്ഷെ അള്ളാഹ് പറഞ്ഞ രീതിയിൽ കൂടി ജീവിക്കും കൂടിയും ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ആ തത്വങ്ങളൊന്നും ശരിക്കും പറയാൻ പാടില്ലാത്തതാണ്. പിന്നെ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്താ? ഉളുപ്പില്ലാതെയാക്കുക എന്നുള്ളതാണ് നമ്മളെ കുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പ് എന്ന് പറഞ്ഞാൽ ലജ്ജ. ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഹയാ എന്നാ പറയാ അല്ലേ? ഹയാ. ആ ഹയാ ഊരിയെടുത്താൽ ഈമാൻ കൂടും. കാരണം എന്താ? അൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ. മനസ്സിലായോ? ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്. അപ്പൊ ആദ്യം ലജ്ജ പോയി കഴിഞ്ഞാൽ പിന്നെ ഈമാൻ പോകാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ ഇന്ന് ഈ ഡാൻസും പാട്ടും പരിപാടി ഇപ്പൊ നമ്മൾ സൂംബ ഡാൻസിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതെന്തുകൊണ്ടാ? അതിങ്ങനത്തെ സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നത്?
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതേപോലെ വിവാഹത്തിൽ നിന്ന് വിരക്തി ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു, നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന ബൈനറി ഉണ്ടാക്കുന്നു, ആഘോഷത്വര നമ്മളിലേക്ക് കൊടുത്തിക്കൊണ്ടുവരുന്നു, നൈറ്റ് ലൈഫിനെ വ്യാപിപ്പിച്ചു കൊണ്ടുവരുന്നു, സോളോ ട്രിപ്പ് അഥവാ ഒറ്റക്കുള്ള യാത്രയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സ്ട്രേഞ്ചർ ട്രിപ്പിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ലിവിംഗ് ടുഗദറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാത്തിനും കൺസെന്റ് ഉണ്ടായാൽ മതി പിന്നെ ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ന്യായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഇത് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, ഒന്ന്, എന്ത് സംഭവിക്കുന്നു നമ്മൾ പഠിക്കുക, നിരീക്ഷിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇരിക്കുന്ന ഓരോരുത്തരും തിരുവനന്തപുരം ജില്ലയിൽ ഓരോ മെമ്പർമാരോട് ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഈ ലിബറലിസം കടന്നു വരുന്ന വഴി നമ്മൾ നേർപ്പതത്തിൽ ആഴ്ചക്കാഴ്ചക്ക് എഴുതുന്നുണ്ട്. ആ ലേഖനം നമ്മൾ വായിക്കണം. നിങ്ങൾ ക്വിസ് മത്സരമൊക്കെ സംഘടിപ്പിച്ച് അത് വായിക്കുന്നവരായി നിങ്ങൾ മാറണം. വനിതകളും ആ കാര്യം ശ്രദ്ധിക്കുക. ഒന്ന് അതാണ്, വായിച്ച് പഠിക്കുക, അതിന് പിന്നെ ആ കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തത്, നമ്മൾ പരലോകത്തിന്റെ ആൾക്കാരായി മാറുക, നമ്മൾ ദുനിയാവിന്റെ ആൾക്കാരല്ലാതെ ഉറപ്പിക്കുക. മൂന്നാമത്തത്, ചെറുപ്പത്തിൽ തന്നെ ഈ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനാണ് നമ്മുടെ മദ്രസ സംവിധാനം. മദ്രസ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റൊരു സംവിധാനത്തിന് നമ്മൾ വിടരുത്. നമുക്ക് ഡോക്ടർ ആക്കാം, എഞ്ചിനീയർ ആക്കാം, ഒക്കെ ആക്കാം. പക്ഷേ നമുക്ക് ദീനുള്ള ഡോക്ടറേറ്റ് വേണ്ടത്, ദീനുള്ള എഞ്ചിനീയറിന് വേണ്ടത്, വാപ്പാനെ നോക്കുന്ന ആളാണ് വേണ്ടത്. അല്ലാതെ ഡോക്ടറുമായി കിട്ടിയിട്ടില്ല ഒരു കാര്യമില്ല. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം ഒരു നിരക്ക് കോംപ്രമൈസ് ചെയ്യരുത്. എവിടെയെങ്കിലും നമ്മുടെ മദ്രസ ഇല്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക, ഒരു 4 കുട്ടികളെ കൂട്ടിയിട്ട് 1ാം ക്ലാസ് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വീടിന്റെ റൂം തുടങ്ങിയാലും വേണ്ടില്ല, ഒരു സിറ്റ് ഔട്ട് തുടങ്ങിയാലും വേണ്ടില്ല, ഒരു കാർ ഷെഡ് തുടങ്ങിയാലും വേണ്ടില്ല, ഒരു വാടക കൊടുത്ത ഷോപ്പ് ഒരു റൂം തുടങ്ങിയാലും വേണ്ടില്ല. വേഗം തുടങ്ങണം. ഒരു അധ്യാപകരെ വെച്ചിട്ട് തുടങ്ങണം. അങ്ങനെ വരട്ടെ മദ്രസ്. അങ്ങനെ മദ്രസകൾ വ്യാപകമാകട്ടെ. അതാണ് അതിന് പരിഹാരം. അതേപോലെ മദ്രസ കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ ആണെന്ന് അറിയോ, ഈ 8ാം ക്ലാസ് 10ാം ക്ലാസ് +1 +2 എത്തി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തുടർച്ച കൊടുക്കണം. അതിനാണ് കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ അഥവാ CRE എന്നുള്ള കോഴ്സ്. അത് നമ്മൾ സ്റ്റുഡൻസ് നടത്തുന്നുണ്ട്. അതിനുള്ള മക്കൾ പോകണം. ആദ്യം പോകേണ്ടത് നമ്മളെ മക്കളാണ്. ആ പ്രായമായിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ QHLS എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുന്നത്. ഒരു വ്യക്തത ഉണ്ട് ഇതിനൊക്കെ, ഇതിന് വളരെ വ്യക്തത ഉണ്ട്. ആ QHLS നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് കുടുംബസമേതം പങ്കെടുക്കും. പിന്നെ ഖുതുബക്ക് നമ്മൾ ആദ്യം പള്ളിയിലെത്താം. ഖുതുബകൾ ശരിക്കും ശ്രദ്ധിക്കുക. വേറെ ഖുതുബ വേണമെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് വേറെ ശേഷം കേൾക്കും ചെയ്യും. ആ ഖുതുബ ശ്രദ്ധിക്കാം. പിന്നെ കുടുംബത്തിൽ സമയം ചെയ്യാൻ നന്നായിട്ട് ചെലവാക്കുക. കുറച്ച് ഒഴിവുണ്ടെങ്കിൽ വേഗം പരിക്ക് വരിക, കുട്ടികളായിട്ട് സംസാരിക്കുക, ഭാര്യയായിട്ട് സംസാരിക്കുക. അങ്ങനെ കുടുംബത്തിനോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് ഇടപെടണം, പ്രശ്നം വരാൻ കാത്തിക്കരുത്. മനസ്സിലായോ? ഇപ്പൊ എന്താ വെച്ചാൽ മക്കൾ ഒളിച്ചോടാനും കുഴപ്പമുണ്ടാകാനും ഒക്കെ കാത്തിട്ട് അതാവുമ്പോഴാണ് ഇവിടെ ഇടപെടുന്നത്. അപ്പൊ ഇടപെട്ടാണ് വലിയ പ്രയാസം. അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നല്ല സ്നേഹവാദത്ത് വേണം. എന്തു തുറന്നു പറയുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാകും. പിന്നെ വാക്കുകൊണ്ട് ഇങ്ങനെ പറയാന്നുള്ളതല്ല, ജീവിതം കൊണ്ട് കുട്ടികളെ ഉപദേശിക്കാനോട് ശ്രദ്ധിക്കണം. എടാ നിസ്കരിക്കുന്നു പറയുമ്പോൾ നമ്മുടെ സമയത്തിന് പോകണം. എടാ പ്രശ്നം ഓതെന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെടുത്തിങ്ങോട്ട് ഓതണം. മനസ്സിലായോ? നമ്മളത് ചെയ്യുമ്പോഴേ മക്കൾ എന്ത് ചെയ്യുള്ളൂ, അതിന് പിന്നാലെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഒരു മാർഗം തരാം. ആകെയുള്ള പരിഹാരം ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ കാലത്ത് എന്താ വെച്ചാൽ ഒരു മഴവെള്ളപ്പാച്ചിൽ നമ്മൾ കൊട്ടുകയായിരുന്നു. ആ മഴവെള്ളപ്പാച്ചിൽ പെട്ടാലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്താ പറയുക, എവിടെയെങ്കിലും പിടുത്തം കിട്ടണ്ടേ? ഒരു വള്ളിമ പിടുത്തം കിട്ടിയ, ഒരു വേരിന് പിടുത്തം കിട്ടിയ, ഒരു കല്ലുമ പിടുത്തം കിട്ടിയ, അല്ലേ? യഥാർത്ഥത്തിൽ അതേപോലെ ഒരു വള്ളി, ഒരു വേര്, ഒരു കല്ല്, ഒരു മരം നമുക്ക് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. അത്രയ്ക്ക് തിരിഞ്ഞാലും മറിഞ്ഞാലും ഈ ഇസ്ലാമിൽ തെറ്റിക്കാനുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ട് ആ സുഹൃത്തുക്കളെ, ആ വള്ളിന്റെ പേരാണ് എന്താ പറയുന്നത്, ഈ സംഘടന എന്ന് പറയുന്നത്. മനസ്സിലായോ? പിടിച്ചു നിൽക്കുവാനുള്ള ചരടിന്റെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള യുവാക്കൾക്ക് ചേർന്ന് നിൽക്കാനുള്ള ഓരമാണ് വിസ്ഡം യൂത്ത് എന്ന് പറയുന്നത്. അതിനുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിനോട് ചേർന്ന് നിൽക്കുവാനുള്ള തുരുത്തിന്റെ പേരാണ് വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അതിനോടൊപ്പം ഒഴുകുവാനുള്ള സ്ഥലമാണ് വിസ്ഡം ഭാരവേദി എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഉറപ്പിക്കുന്നു, ഈ ഫാമിലി കോൺഫറൻസിൽ വന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ മദ്രസയിൽ പോകുന്ന കുട്ടി ബാലവേദിയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിന് തൊട്ട് മുകളിലുള്ള കുട്ടി വിസ്ഡം സ്റ്റുഡൻസിൽ ആൺകുട്ടികളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിസ്ഡം ഗേൾസിൽ നമ്മുടെ പെൺകുട്ടികളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ യുവാക്കൾ വിസ്ഡം യൂത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മളെല്ലാവരും ഇതിന്റെ മാതൃഘടകമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതിപ്പോ സംഘടന കാണുന്ന പരിപാടിയല്ലേ? അല്ല, നമ്മൾ ആരുമില്ലെങ്കിലും അള്ളാഹ് ഇതിനെന്ത് ചെയ്യും, ഇവിടെ നിലനിർത്തും. ഇത് നമുക്ക് വേണമെങ്കിൽ മാത്രത്തിൽ കയറിയാൽ മതി. അത്രയും പറഞ്ഞു. സംഘടനാ സംവിധാനം പറയുന്നത് നിങ്ങൾ ഇവിടെ വന്നതെന്തുകൊണ്ടാണ്, ഞാൻ ഇവിടെ വന്നതെന്തുകൊണ്ടാണ്, ഈ വിഷയം ഇവിടെ സംസാരിച്ചതെന്തുകൊണ്ടാണ്? ഒരു സംഘടനാ സംവിധാനം ഉണ്ടായതുകൊണ്ടല്ലേ, ആ തീരുമാനം ഉണ്ടായതുകൊണ്ടല്ലേ, ഇവർ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി നിങ്ങൾ ആലോചിച്ചതുകൊണ്ടല്ലേ.
ഇതിലൊന്നും ഇല്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാവും. നിങ്ങളെ 10ാം ക്ലാസ്സിലും +2 ഡിഗ്രിക്കും ഒക്കെ പഠിച്ച ബാച്ച് സംഗമങ്ങളില്ലേ, അതിന്റെ ഗ്രൂപ്പിലുണ്ടാവും നിങ്ങള്. അവരൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പല മേഖലകളിലുണ്ട്. പക്ഷേ അവര് വളരെ പ്രയാസത്തിലൂടെ പലരും കടന്നു പോകുന്നുണ്ടാവും. കാരണം എന്താ, അവർക്ക് ഈ ക്ലാസ് കിട്ടുന്നില്ല, പ്രോഗ്രാം കിട്ടുന്നില്ല, അതിനെക്കുറിച്ച് ഓർമ്മയില്ല, ജീവിതത്തിന് വേറെ ഏതോ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എന്താ കോൺഫിഡൻസ് കോൺഫിഡന്റ് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന സംവിധാനം തുടങ്ങിയ ആളാണ് എന്ത് ചെയ്തത്, നെഞ്ചിലേക്ക് നിറയൊഴിച്ച് മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. നമ്മളവരെ കുറ്റം പറയാൻ അവരുടെ സാഹചര്യം നമുക്കറിയാം. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആത്മഹത്യ വലിയ പാപല്ല, കുറ്റല്ല, അതല്ല ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ അതിലേക്ക് മനുഷ്യന്മാരെ എത്തുന്നതുകൊണ്ട് ജീവിതത്തെ പറ്റി കാഴ്ചപ്പാടിലെത്തുന്നുണ്ടോ, മനസ്സിലുണ്ടോ? നമ്മൾ ഈ സംവിധാനത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾക്ക് സുഹൃത്തുക്കളെ കിട്ടുന്ന സുരക്ഷ ചിന്തന നമ്മളൊക്കെ അതിൽ സമയം ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ അതിനെ പറ്റി പറയണമെങ്കിൽ, വ്യക്തിപരമായി പറയണമെങ്കിൽ, ആ ഒരു ചെറിയ പ്രായം തൊട്ട് MSM കാലം തൊട്ട് ഈ ഒരു കാലഘട്ടം വരെ ജീവിതത്തിലുണ്ടായ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടോ, അതാദ്യം നമ്മൾ സംസാരിക്കാറുള്ളത് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വഴിമുട്ടുന്ന, നമ്മുടെ മുമ്പിൽ ഇരുട്ട് കട്ടപിടിച്ച് നിൽക്കുമ്പോ അതിനൊരു പോംവഴി ഇസ്ലാമികമായി പറഞ്ഞു തരാൻ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ ഒരു വെളിച്ചം കിട്ടി രക്ഷപ്പെട്ടു പോരാൻ കഴിയുന്ന സുഹൃത്തുക്കൾ. അങ്ങനെ ആത്മാർത്ഥ സുഹൃത്തുബന്ധം എവിടെ ഉണ്ടാവും? ആദർശ കുടുംബത്തിലുണ്ടാവുള്ളൂ. നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി നോക്കി, നമ്മുടെ അടുത്ത് കാശ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആളുണ്ടാവും, നമുക്ക് അധികാരമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആളുണ്ടാവും, നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആളുണ്ടാവും. വിദേശത്ത് നിന്നൊക്കെ വന്ന ആളുകൾ ആദ്യം ഇന്നോവ എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഇറങ്ങുമ്പോൾ അങ്ങാടി നിറച്ച ആളുകൾ അല്ലെ, എവിടെ പോകാനും വരാനും. ഒരു 2 മാസം വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് 3ാമത്തെ മാസം ഒരു പമ്പ് കയറിയിട്ട് പറയണത്, അന്ന് ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നു, എന്റെ പിന്നെ എണ്ണന്റെ പേര് ആയിരം കൊടുത്താൽ. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങും. പിന്നെ നിങ്ങളെ കാശ് കുറഞ്ഞാൽ പിന്നെ ആ ഇന്നോവ കാര്യം. പിന്നെ ഇപ്പൊ ചോദിക്കുന്നത്, ഞാൻ പിന്നെ കുറച്ച് പ്രശ്നം എനിക്ക് ചെറിയ കാശ് കൊടുത്താൽ ആരും കിട്ടില്ല. അവരെന്താ സ്നേഹിച്ചത് നമ്മളല്ല, നമ്മളെ പൈസനെ. എന്നാൽ ഈ കൂട്ടായ്മ ഉണ്ടല്ലോ, പൈസനെല്ലാം സ്നേഹിക്കുന്നത് നമ്മൾ അങ്ങോട്ടും ആദർശം. സുഹൃത്തുക്കൾ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ കഴിയാൻ ചില കാര്യം. വിശ്വാസികളെ എന്താണ് സൂക്ഷിക്കുന്നത്? നിങ്ങൾ ആ സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ആ ജമാഅത്തിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുകയും ആ ചേർന്ന് നിൽക്കുന്ന പേരാ സുഹൃത്തുക്കളെ ഈ സംഘടന. അതിനെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് മനസ്സിലാണ്ടോ? ഇത് സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മളെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മളെ മക്കളെ നിർവഹിക്കാൻ നടത്താൻ വേണ്ടി ഈ കുടുംബ സംവിധാനങ്ങൾ. എന്നാൽ ഞാനൊരു രോഗിനെ സംരക്ഷിച്ചു. എന്താ അവസ്ഥ കണ്ടപ്പോൾ വല്ലാതെ നെഞ്ചു പൊട്ടിപ്പോയി. അതായത് നാവിന് ക്യാൻസർ വന്ന് ഒരുപാട് കാലം ചികിത്സിച്ച് കീമോ കഴിഞ്ഞ് അവസാനം അത്യാവശ്യത്തിന്റെ അവസ്ഥയിൽ ആഴി കിടക്കണം. നല്ല മെന്റലി നല്ല ഓർമ്മയുണ്ട്, നമ്മളൊക്കെ കാണുമ്പോൾ പൊട്ടിക്കരയുന്നു, പക്ഷെ ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇവിടെ തുളച്ചിരിക്കുന്നത് ഈ കഴുത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ശ്വാസത്തോടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യും, കഫം വന്നടയും. അപ്പോൾ ഭയങ്കര ശബ്ദം. എന്നിട്ട് അതെടുത്ത് ക്ലീൻ ചെയ്ത് രണ്ടാമത് ഇടണം. അപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. പിന്നെ ഭക്ഷണത്തിന് വേണ്ടി മൂക്കിലൂടെ വേറെ ട്യൂബിട്ടിരിക്കണം. ഒന്ന് ആലോചിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വായിലൂടെ ഒരു കണക്ഷനുമില്ല, ഒരു മനുഷ്യൻ ജീവിക്കും. പക്ഷെ ആ കുട്ടികൾ, അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് ആ ഉമ്മയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുടുംബത്തിലല്ലാതെ വേറെ എവിടെ കിട്ടുക? ദീനുള്ള വീട്ടിലല്ലാതെ എവിടെ കിട്ടുക? അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾ എത്ര പഠിപ്പിച്ചിട്ടുള്ള കാര്യമില്ല. നാളെ ഒരു പിന്നെ അധ്യാപിക പിന്നെ കുറച്ച് നേരത്തെ സ്കൂളിൽ പോയി. അപ്പൊ ഞാൻ ചെന്തെന്ന് അർജന്റായിട്ട് ഫോൺ വെച്ചു. അപ്പോൾ പറഞ്ഞത്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഇവിടെയുണ്ട്. അപ്പൊ അവര് പിന്നെ അത്യാവശ്യം അവസ്ഥയിലിരിക്കുന്നു. എല്ലാം പിന്നെ മലമൂത്ര വിസർജനം കാര്യങ്ങളൊക്കെ അവിടെ കിടന്നോടെ തന്നെ. ഞാൻ ചെന്നിട്ട് വേണം നേരാക്കാൻ. അപ്പൊ ഞാൻ ചെന്ന് നേരാക്കുമ്പോൾ അവർ പറയണത്, ഞാൻ നേരാക്കുമ്പോൾ എൻ്റെ +2 പഠിക്കുന്ന എൻ്റെ കുട്ടിയുണ്ട്, അവരെ കുട്ടിയുണ്ട്, പെൺകുട്ടി. അവൾ നോക്കിയിട്ട് പറയാത്രേ, അമ്മേ ഇതുപോലെ നിങ്ങൾ കടന്നാല് നിങ്ങളെ മലമൂത്രമൊക്കെ എടുക്കാനേ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന പോലെ എന്നെ കുട്ടികൾ വിചാരിക്കണ്ടല്ലോ. ആലോചിച്ചു. അപ്പൊ ഈ സ്ഥിതി പറയണത്, സ്വന്തം മകൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് താങ്ങാൻ കഴിയുന്നു. ഇത് എവിടുന്നേ കിട്ടുള്ളൂ? മാപ്പ ഒരു ATM മെഷീൻ മാത്രം കുട്ടിയേക്ക് പൈസ നിന്നാൽ പിന്നെ വാപ്പാനെ വേണ്ട. അപ്പൊ വാപ്പ ആരാ, അമ്മ ആരാന്നൊക്കെ പഠിപ്പിച്ചിട്ട് ദീനാണ് മനസ്സിൽ കയറണം. ആ ദീന് കൊടുക്കാനുള്ള സംവിധാന സുഹൃത്തുക്കളെ ഇത് നമ്മൾ വിചാരിക്കേണ്ട ഇതൊരു സംഘടനാ വിഷയമാണ്. ഇത് അവനാന്റെ കുടുംബം നേടാനുള്ള വിഷയമാണ്. അതിനു വേണ്ടി നമ്മൾ സംഘടനയിൽ നിൽക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സംഘടനാ പ്രവർത്തനം നമ്മൾ ബസ് കയറണ കാര്യം. ഇവിടുന്ന് ബസ് കയറുന്നതിന് ബസ്സിന്റെ കണ്ടക്ടർക്ക് വേണ്ടിയല്ല, ഡ്രൈവർക്ക് വേണ്ടിയല്ല, അവർക്ക് മുതലുണ്ടാക്കാൻ വേണ്ടിയല്ല, നമുക്കൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആശുപത്രി എത്താനാണ്, നമുക്ക് ഓഫീസിൽ എത്താനാണ്, അതേപോലെ നമുക്ക് സ്വർഗത്തിൽ എത്താൻ, നമ്മുടെ കുടുംബ സമയത്ത് നമുക്ക് സ്വർഗത്തിൽ എത്താം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഇവിടെ ഈ സാങ്കേതിക സംവിധാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി മെമ്പർമാരോട് പറയാറുള്ളത് ഇത് നമുക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത സൗഹൃദത്തിന്റെ ഒരു വഴിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുക, ഭർത്താക്കന്മാരോട് നല്ല രീതിയിൽ പെരുമാറുക. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇടപെടണം. വിവാഹത്തിന്റെ വിഷയത്തിൽ നമ്മുടെ വീട്ടിൽ അനിസ്ലാമികമായ വിവാഹ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ അമിതമായ കണിശത പാലിച്ചുകൊണ്ട് കുടുംബ ബന്ധം മുറിക്കുന്ന അവസ്ഥയിലേക്കും പോകരുത്. ചില ആൾക്കാരുണ്ട്, അവിടെ മ്യൂസിക്കാണ്, അവിടെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറയുന്നത്, ഞാൻ വീട്ടുകാരായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അങ്ങനെയല്ല, അതിന് മധ്യമമായ അവസ്ഥ നമ്മൾ സ്വീകരിക്കണം. കാരണം ആ വീട്ടുകാർക്ക് അതിന് ഗൗരവമില്ല, ഹറാമല്ലാരും പറയുണ്ടാവില്ല. അപ്പൊ എന്താ നമ്മൾ വേണ്ടത്? ഇനി ഞങ്ങളെ വീട്ടിലേക്ക് പട്ടിനെ കിടക്കില്ല എന്ന് പറയില്ല വേണ്ടത്. നമ്മൾ ആ ഒരു ഹറാമെന്ന് നമ്മൾ മാറി നിൽക്കുന്നു, അല്ലാത്ത സമയത്ത് പോയിട്ട് ആ ബന്ധം കൊടുക്കുന്നു, പിന്നീട് അവരുടെ അതിന്റെ ഗൗരവം എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ല അതോടുകൂടി എല്ലാ ബന്ധം അവസാനിക്കുക, അതൊരു അവസരമാക്കി എടുക്കുക, അതൊരു കല്യാണ അവസരമാക്കി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇസ്ലാമിനെ പറ്റി സംസാരിക്കുക. അങ്ങനെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ദഅവത്ത് കാര്യങ്ങളൊക്കെ നടത്തുക. നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്റെ വീട്ടിൽ ഒരു കാരണവശാൽ ഈ കല്യാണത്തിന് ആഭാസങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. എന്ത് ചെയ്യണം? നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ കൂടിയിരുന്ന മക്കളോടൊക്കെ പറയണം, ഇത് നമ്മുടെ കല്യാണമാണ്, ഇന്ന രീതിയിലെ കാര്യങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു പോകാൻ കഴിയണം.